ഫ്രണ്ട്സ് നമസ്കാരം, ഞാൻ അവർക്കാണ്. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ നോക്കാൻ പോകുന്ന പറയുന്നത് നമ്മുടെ കഴിഞ്ഞ വീഡിയോ എന്ന് പറയുന്നത് പാർട്ട് 1 ആയിരുന്നു. നമ്മുടെ ഇംഗ്ലീഷ് സ്റ്റോറിയുടെ പാർട്ട് 1 ആയിരുന്നു. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പറഞ്ഞാൽ പാർട്ട് 2 ആണ്. അപ്പം നമുക്ക് നേരെ ഒന്നും പറഞ്ഞ് നീട്ടിക്കുന്നില്ല, നമുക്ക് നേരെ കഥയിലോട്ട് പോവാം. അപ്പം ഞാൻ നേരത്തെ പാർട്ട് 1 പറഞ്ഞു നിർത്തിയെന്ന് പറഞ്ഞാൽ അവൻ ഒരു പെങ്കൊച്ചിനോട് അവിടെ നിന്നൊരു പെങ്കൊച്ചിനോട് ചോദിച്ചു അത് റിവർ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ അവളാണെങ്കിൽ 20 മൈൽസ് എന്നാണ് പറഞ്ഞത്. അപ്പം അവന് ഒരു പിടിയും കിട്ടിയില്ല, കാരണം 20 മൈൽസ് അല്ല. 20 മൈൽസ് അല്ല, കാരണം നേരത്തെ നമ്മുടെ വുഡ് കട്ടർ അങ്കിൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ 7 മൈൽസ് എന്നായിരുന്നു. അപ്പോൾ അവൻ കുറച്ചുകൂടെ ദൂരം എത്തിയത് ആ പെണ്ണോട് ചോദിച്ചപ്പോൾ അവൾ പറയുന്നത് അതിനേക്കാളും കൂടുതൽ 20 മൈൽസ് എന്നാണ്. സത്യം പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അവൾ ഇതുവരെയായിട്ട് അങ്ങനെ റിവർ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. പിന്നെ അവൾ വേറെ ഏതോ റിവറിൻ്റെ കാര്യം ഉദ്ദേശിച്ചിട്ടാണെന്ന് തോന്നുന്നു പറഞ്ഞത് 20 മൈൽസ് ഉണ്ടെന്ന്. അപ്പം ഷീ സെഡ് 20 മൈൽസ് വിത്തൗട്ട് എനി ഹെസിറ്റേഷൻ. അപ്പോൾ അവൾ ഒരു മടിയും കൂടാതെ അവൾ പറഞ്ഞു 20 മൈൽസ് എന്ന് പറഞ്ഞു. അപ്പം ഹെസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വെട്ടി തുറന്ന് പറഞ്ഞു എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പം മടിയില്ലാതെ പറഞ്ഞു, അല്ലെങ്കിൽ വെട്ടി തുറന്ന് പറഞ്ഞു, അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം ഹെസിറ്റേഷൻ. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പം അടുത്ത പാരഗ്രാഫിലോട്ട് പോവാം. ദ ബോയ് ലാഫ്ഡ് ആൻഡ് റാൻ ഡൗൺ ദ പാത്ത്. A parrot suddenly screeched, flew low over his head. A flash of red and green, the bird disappeared amongst the trees. അപ്പോൾ അവൻ ഇതൊക്കെ ആയിട്ട് ചിരിച്ചുകൊണ്ട് അവന് മനസ്സിലായി സംഭവം ഇതാണെന്ന് മനസ്സിലായി. ആ പെങ്കൊച്ചിനോട് ചോദിച്ചപ്പം അവൾ പറഞ്ഞില്ല 20 മൈൽസ് എന്ന്. അപ്പോൾ അവന് മനസ്സിലായി ഇത് അത് മനസ്സിലാവാതെ പറയുന്ന ഒരു സംഭവം അവന് മനസ്സിലായി. എന്നിട്ട് അവൻ അത് കേട്ട് ചിരിച്ചുകൊണ്ട് അവൻ ഓടി പോയി. കാരണം അവൻ്റെ അച്ഛനും അമ്മയും എത്തുന്നതിന് മുമ്പ് അവന് അവിടെ എത്തണം, നമ്മുടെ നമ്മുടെ റിവറിലെത്തണം. അപ്പോൾ അവൻ അങ്ങോട്ട് ഓടി. ഓടുന്ന വഴിക്ക് പെട്ടെന്നൊരു പാരറ്റ് ഒരു പാരറ്റ് ഭയങ്കര നിലവിളിച്ചുകൊണ്ട്, സ്ക്രീച്ചഡ് എന്ന് വെച്ചാൽ നിലവിളിച്ചു എന്നാണ്. അപ്പം സ്ക്രീം അങ്ങനെ വേണേൽ പറയാം, സ്ക്രീം. അപ്പം ഒരു പാരറ്റ്, നമ്മുടെ ഈ മക്കവും ഇല്ല, അതുപോലെ ഒരു റെഡും കഥയെ പറയുന്ന പറഞ്ഞാൽ റെഡ് ആൻഡ് ഗ്രീൻ എന്നാണ്, ഏകദേശം ഒരു മക്കവും ആയിരിക്കാം. ആ റെഡ് ആൻഡ് ഗ്രീൻ ഭയങ്കര ഒരു പാരറ്റ് പെട്ടെന്ന് അവൻ്റെ മുമ്പിൽ കൂടെ പാസ് ചെയ്ത് ഭയങ്കര നിലവിളിച്ചുകൊണ്ട് നല്ല സ്പീഡിൽ പോയി. എന്നിട്ട് അത് ആ ഒരു മരങ്ങളുടെയൊക്കെ ഇടയിൽ പോയിട്ട് പിന്നെ അത് കാണാൻ പറ്റാത്തൊരു രീതിയിൽ, കാരണം അത് ആ കാടല്ലേ, അപ്പം മരങ്ങളുടെ ഇടയിലോട്ട് അങ്ങ് പോയി. ഇത് നമുക്ക് മൂന്നാമത്തെ പാരഗ്രാഫിലോട്ട് കിടക്കാം. A trickle of water came from the hillside, and the boy stopped to drink. The water was cold and sharp, but very refreshing. However, it seemed to have the effect of making him more thirsty. The sun was striking his side of the hill, and the dusty path became hotter. The stone scorching the boy's feet, he was sure he had gone halfway. He had walked for an hour. അപ്പം ഒരു ചെറിയൊരു ഒരു വെള്ളച്ചാട്ടമൊക്കെ പോലെ ചെറിയൊരു ഒരു സംഭവം ഉണ്ടായിരുന്നു അവിടെ. അപ്പം അവന് ഭയങ്കര ദാഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ കുറച്ച് വെള്ളം കുടിച്ചു. നല്ല തണുത്ത വെള്ളമായിരുന്നു, നല്ല തണുത്ത ഷാർപ്പായിട്ടുള്ള വെള്ളമായിരുന്നു. അപ്പോൾ അവന് കുടിച്ചപ്പോൾ നല്ല റിഫ്രഷിങ് ആയിട്ട് തോന്നി. പക്ഷേ ആ ഒരു വെള്ളം കുടിച്ചോടെ പിന്നെ അവന് ദാഹിക്കാൻ തുടങ്ങി. കാരണം തേഴ്സ്റ്റി എന്ന് വെച്ചാൽ പിന്നെയും ദാഹിക്കുന്നു എന്നുള്ളതാണ്. തേഴ്സ്റ്റി, ദാഹിക്കുന്നു. അപ്പം അവന് പിന്നെ തേഴ്സ്റ്റി ആവാൻ തുടങ്ങി, അവന് പിന്നെ ദാഹിക്കാൻ തുടങ്ങി. അപ്പം അവന് പക്ഷെ ഒരു ഉറപ്പുണ്ടായിരുന്നു, അവൻ ഏകദേശം ഒരു ഹാഫ് വേ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആ റിവറിലോട്ട് പോകുന്നതിൻ്റെ ഏകദേശം പകുതി വഴിയായിട്ടുണ്ടെന്ന് ഒരു ഉറപ്പുണ്ടായിരുന്നു. പിന്നെ അവിടെ പറയുന്നുണ്ട്, ദ സൺ വാസ് സ്ട്രൈക്കിംഗ് ഹിസ് സൈഡ് ഓഫ് ദ ഹിൽ ആൻഡ് ദ ഡസ്റ്റി പാത്ത് ബിക്കെയിം ഹോട്ട്. അപ്പം അവൻ നല്ല സൂര്യൻ്റെ അവൻ്റെ നല്ല സൂര്യൻ്റെ ആ ഒരു ആ റേസ് ആ ഒരു ഹില്ലിലായിട്ട് പതിയുന്നുണ്ടായിരുന്നു, നല്ല രീതിയിൽ തന്നെ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അത് ഭയങ്കര ആ ഡസ്റ്റി ആയിട്ടുള്ള പാത്തെന്ന് വെച്ചാൽ നല്ല പൊടിപടലമായിട്ടുള്ള അവൻ പോകുന്ന ആ വഴി നല്ല ചൂടുള്ളതായി. പിന്നെ ഞാൻ പറഞ്ഞില്ല, അവൻ ബെയർ ഫൂട്ടറായിരുന്നു, അവൻ ചെരുപ്പിടാതെ നടക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ അവൻ്റെ കാലും നല്ലതായിട്ട് ചൂടാവാൻ തുടങ്ങി. എന്ന് വെച്ചാൽ സ്കോർച്ചിങ് എന്ന് വെച്ചാൽ പൊള്ളുക എന്നാണ്. നമ്മളൊക്കെ ഇപ്പം ചെരുപ്പിടാതെ റോഡിലൂടെ നല്ല നട്ട വെയിലത്ത് നടക്കുകയാണെങ്കിൽ നമ്മുടെ കാലൊക്കെ പൊള്ളും. നല്ല നല്ല ഭയങ്കര ചൂടിലൊക്കെ നടക്കുകയാണെങ്കിൽ നമ്മുടെ കാലൊക്കെ പൊള്ളും. അപ്പോൾ സ്കോർച്ചിങ് എന്ന് പറഞ്ഞാൽ പൊള്ളുക എന്നുള്ളതാണ്. പിന്നെ പ്രസന്റ്ലി ഹി സോ അനദർ ബോയ് അഹെഡ് ഓഫ് ഹിം ഡ്രൈവിംഗ് എ ഫ്യൂ ഗോഡ്സ് ഡൗൺ ദ പാത്ത്. ഹൗ ഫാർ ഇസ് ദ റിവർ? ഹി ആസ്ക്ഡ്. The village boy smiled in a friendly way and said, "Oh, not far.
just round the next hill and straight down. അപ്പം അവൻ കുറച്ചങ്ങോട്ട് പോയപ്പം അവനൊരു വേറൊരു കുട്ടിയെ കണ്ടു. ഓക്കെ, അവനെ പോലെ തന്നെയുള്ള ഒരു കുട്ടി കണ്ടു. അവൻ ഈ ആടുകളെയൊക്കെ മേയ്ക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പം അവൻ ആടുകളെയൊക്കെ മേയ്ക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ അവൻ അതിൻ്റെ അടുത്ത് പോയിട്ട് നേരത്തെ എല്ലാവരും ചോദിച്ച പോലെ തന്നെ എത്ര ദൂരമുണ്ട് ആ ഒരു റിവറിലേക്കെന്ന് ചോദിച്ചു. അപ്പം ആ ഒരു ആട് മേയ്ക്കുന്ന ആ ഒരു കുട്ടി പറഞ്ഞു, നല്ല ഫ്രണ്ട്ലി വേ ആയിട്ട് നല്ലൊരു കുട്ടിയായിട്ട് പറഞ്ഞു. അവൻ നല്ല ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വലിയ ദൂരമൊന്നുമില്ല, ഏകദേശം അവിടെ ആയിട്ടാണ്. ആ ഒരു അടുത്ത മല കഴിഞ്ഞിട്ട് സ്ട്രെയിറ്റ് ഡൗൺ, അടുത്ത ആ ഒരു മലയും കൂടെ കഴിഞ്ഞ് നേരെ താഴോട്ട് പോയാൽ ആ റിവർ എത്തുമെന്ന് അവൻ പറഞ്ഞു. The boy, feeling hungry, unwrapped his loaf of bread and broke it in halves. Offering one portion to the village boy, they sat on the hillside and ate in silence. അപ്പം അവന് പതുക്കെ വിശക്കാൻ തുടങ്ങി. അപ്പം അവൻ ആ ഒരു ലോഫ് ഓഫ് ബ്രെഡ്, ആ ഒരു ബ്രെഡ് പൊതിഞ്ഞ ആ ഒരു അൺറാപ്ഡ് എന്ന് പറഞ്ഞാൽ അവൻ റാപ്പ് ചെയ്തെന്ന് വെച്ചാൽ പൊതിഞ്ഞ ആ ഒരു പേപ്പർ പൊതിഞ്ഞെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അത് മാറ്റിയിട്ട് അൺറാപ്ഡ് എന്ന് പറഞ്ഞാൽ പൊതി മാറ്റുക, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പൊതിഞ്ഞൊരു സാധനം മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ മാറ്റി അവൻ പതുക്കെ ആ ബ്രെഡ് കഴിക്കാൻ തുടങ്ങി. പക്ഷെ അവൻ നല്ലൊരു ഷെയറിങ് മൈൻഡുള്ള ഒരു കുട്ടിയും കൂടെ ആയതുകൊണ്ട് അവൻ നമ്മുടെ വില്ലേജ് ബോയ്ക്കും കൂടെ കുറച്ച് കൊടുത്തു. എന്ന് വെച്ചാൽ അവൻ കഴിച്ചതിൻ്റെ അതേ പകുതി തന്നെ ആ ഒരു വില്ലേജ് ബോയ്ക്കും കൊടുത്തു. എന്നിട്ട് അവൻ ആ ഒരു ഹിൽ സൈഡിൽ അവിടെ പോയിരുന്ന് നല്ല സൈലൻസ് ആയിട്ട് അവർ രണ്ടുപേരും ഒന്നും മിണ്ടാതെ ഇരുന്ന് കഴിച്ചു. When they had finished, they walked on together and began talking. The boy did not notice the smarting of his feet and the heat of the sun and the distance he had covered and the distance he had yet covered. But after some time, his companion has to diverge along another path, and the boy was once more on his own. അപ്പം അവൻ പതുക്കെ നടക്കാൻ തുടങ്ങി. പക്ഷെ അവൻ പിന്നെ അവനൊരു കൂട്ടുകാരനും കൂടെ ആയപ്പം അവൻ്റെ നടക്കുമ്പം ഞാൻ പറഞ്ഞില്ലേ ചൂടാണെന്നുള്ളൊരു കാര്യം പറഞ്ഞില്ലേ. അപ്പം ആ ഒരു കാര്യം പോലും അവൻ ഓർക്കാതെ അവൻ പിന്നെ നടക്കാൻ തുടങ്ങി. അങ്ങനെ ഏകദേശം നല്ലൊരു ഡിസ്റ്റൻസ് കവർ ചെയ്തു. അങ്ങനെ അത്യാവശ്യം ആ ഒരു ഹില്ലെത്തിയെന്ന് തോന്നുന്നു. അങ്ങനെ ആ ഒരു ഹില്ലെത്തിയപ്പോൾ കഴിഞ്ഞപ്പം ആ കുട്ടിക്ക് പോകേണ്ടത് നമ്മുടെ വില്ലേജ് ബോയ്ക്ക് പോകേണ്ടതെന്ന് പറഞ്ഞാൽ വേറൊരു വഴിയായിരുന്നു. അപ്പോൾ അവൻ വേറൊരു വഴിയിൽ പോയി. അപ്പോൾ ഇവൻ്റെ റിവറിലോട്ട് പോയി. അപ്പോൾ ഇവന് ചെറിയൊരു ഒറ്റയ്ക്കായല്ലോ, കാരണം അവൻ നല്ലൊരു ഒരു 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 കമ്പാനിയനായിരുന്നു. അവൻ നല്ല രീതിയിൽ തന്നെ അവനോട് സംസാരിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ അവൻ പോയപ്പോൾ എന്തോ ഒരു മിസ്സിങ് പോലെ അവന് തോന്നിക്കാണും. അങ്ങനെ അവൻ പിന്നെയും നടന്നു. അവൻ ഒറ്റയ്ക്കായ പോലെ അവനൊരു തോന്നുകയും ചെയ്തു. എന്നാലും എന്തായാലും കാണണമല്ലോ, നമ്മുടെ റിവർ കാണണമല്ലോ. അപ്പം അവൻ റിവറിലോട്ട് നടന്നു. He missed the village boy. He could not be seen. His own home was also hidden from view by the side of the mountain. The river was not a sight either. He began to feel discouraged. He was sorry to have finished the bread. He might want it later. അപ്പം അവൻ ആ ഒരു വില്ലേജ് ബോയിനെ നല്ല രീതിയിൽ തന്നെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അവൻ്റെ വീട് അവന് കാണാൻ പറ്റുന്ന ഒരു രീതിയല്ലായിരുന്നു. കാരണം ഇത്രയും ദൂരം വന്നപ്പോൾ അവൻ്റെ വീട് ചെറിയ രീതിയിലാണ് കാണാമായിരുന്നു. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ മൗണ്ടൻ മറിഞ്ഞു, അവൻ്റെ വീട് കാണുന്നില്ല. പിന്നെ ആ റിവറും നമുക്ക് കാണാൻ കഴിയുന്നില്ല, കാരണം ദൂരെ നിന്ന് നോക്കിയാലും നമുക്ക് റിവർ കാണാൻ പറ്റാത്തൊരവസ്ഥ. അപ്പം ശരിക്കും അവന് ചെറിയൊരു ലോൺലിനെസ് ആയിട്ട് തോന്നി. അപ്പോൾ അവനൊരു ചെറിയൊരു പേടിയൊക്കെ ആയി തുടങ്ങി കാണുമായിരിക്കാം. അവൻ ഭയങ്കര ഡിസ്കറേജ്ഡും ആയി, കാരണം പോകണോ, അത് തിരിച്ചിനി വീട്ടിൽ തന്നെ പോകണമെന്നൊക്കെ ഒരു ചെറിയ ഡിസ്കറേജ്മെൻ്റ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ he was determined to see the river. He walked on along the hot, dusty, stony path, past mud huts and terraced fields, until there were no more fields or huts, only forest and the sun and loneliness. Now there was no man or sign of man's influence. Only trees and rocks and bramble of flowers. Only silence. അപ്പം അവൻ he was determined എന്ന് പറഞ്ഞാൽ അവൻ മുമ്പോട്ട് പോകാൻ തന്നെ അവൻ ആ ഒരു ഡിറ്റർമൈൻഡ് എന്ന് വെച്ചാൽ തീരുമാനിച്ചു എന്നാണ്. അപ്പം അവൻ ആ ഒരു he was determined to see the river. അവൻ ആ റിവർ കാണാൻ തന്നെ തീരുമാനിച്ചു. എന്നിട്ട് അവൻ മുമ്പോട്ട് നടന്നു. അപ്പം നല്ല ഒരു ചൂടും നല്ല ഡസ്റ്റിയും, കാരണം നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു കല്ലായിട്ടുള്ളൊരു പാത്തിലൂടെ അവൻ നടന്നു പോവുമായിരുന്നു. പക്ഷെ അവിടെ മനുഷ്യരുള്ളതായിട്ടൊന്നും അവന് കാണാൻ കഴിയുന്നില്ല. കാരണം മനുഷ്യൻ്റെ ഒരു രീതിയിലുള്ള സൈന് കാര്യങ്ങളൊന്നും കാണാനില്ല, വീട് കാര്യങ്ങൾ കാണാനില്ല. ശരിക്കും ഒരു കാട്, പിന്നെ ഒറ്റക്കായ പോലെ അവനൊരു ഫീല്.
പിന്നെ എന്താണ് ഫുള്ള് മരങ്ങളും അതിൻ്റെ അകത്ത് ഭയങ്കര ഒരു സൈലൻസ് പോലെ തോന്നി. അപ്പോൾ ശരിക്കും അവനൊരു പേടിയായിട്ടുണ്ടായിരിക്കും. The silence was impressive and a little frightening. It was different from the silence of a room or a street. It was the silence of space, of the unknown, the silence of God. അപ്പം ആ ഒരു സൈലൻസ് ഭയങ്കര ഇമ്പ്രസീവ് ആയിരുന്നു. കാരണം അതെന്ന് പറയുന്നത് നമ്മളൊരു റൂമിൽ അടച്ചിരിക്കുമ്പം ഉള്ളൊരു സൈലൻസോ അല്ലെങ്കിൽ ഒരു നിശബ്ദമായിട്ടുള്ള ഒരു സ്ട്രീറ്റിലൂടെ പോകുമ്പോൾ ഉള്ള ഒരു സൈലൻസോ അല്ലായിരുന്നു. കാരണം അതൊരു ദൈവത്തിൻ്റെ സൈലൻസ് ആയിരുന്നു എന്നാണ് അതവിടെ പറയുന്നത്. അവരവിടെ പറയുന്നത് പറഞ്ഞാൽ ഇറ്റ് വാസ് ദ സൈലൻസ് ഓഫ് സ്പേസ്. ഒരു സ്പേസിൻ്റെ പോലത്തെ സൈലൻസ് ആയിരുന്നു. അപ്പോൾ പിന്നെ അവർ പറയുന്നതിനുണ്ട് ദ സൈലൻസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സൈലൻസ് ആയിരുന്നു പറയുന്നുണ്ട്. ദെൻ ആസ് ദ ബോയ് റൗണ്ടഡ് എ ഷാർപ്പ് ബെൻഡ് ദ സൈലൻസ് ബ്രോക്ക് ഇൻ ടു സൗണ്ട്. അങ്ങനെ അവൻ കുറച്ചും കൂടെ ദൂരം എത്തിയപ്പോൾ പതുക്കെ ഒരു ശബ്ദമില്ലായ്മയൊക്കെ മാറി തുടങ്ങി. അങ്ങനെ ഭയങ്കര വലിയ ശബ്ദങ്ങളൊക്കെ ആയി. കാരണം റിവറിൻ്റെ അടുത്തോട്ട് എത്തുകയാണ്. കാരണം നിങ്ങൾക്കറിയാമല്ലോ, റിവറിൻ്റെ ഒക്കെ അടുത്തോട്ട് എത്തുമ്പോൾ അവിടെ വെള്ളം പോകുന്നു, വെള്ളച്ചാട്ടം, ആ ഒരു സംഭവത്തിൻ്റെ ശബ്ദം കാണുമായിരിക്കും. പിന്നെ എ സഡൻ റോറിങ് സൗണ്ട്, ദ സൗണ്ട് ഓഫ് ദ റിവർ. പെട്ടെന്ന് റോറിങ് സൗണ്ട് മീൻസ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു വെള്ളമൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഉള്ളൊരു ശബ്ദമില്ലേ, ആ ഒരു ശബ്ദമുണ്ട്. ആ ഒരു ശബ്ദം അവന് പതുക്കെ കേൾക്കാൻ തുടങ്ങി. Far down in the valley, the river tumbled over the rocks. The boy gasped and began to run. He slipped and stumbled, but still he ran. Then he was ankle deep in his painfully cold mountain water, and the water was blue and white and wonderful. അങ്ങനെ അവൻ ആ ഒരു റിവർ കണ്ടു. അപ്പോൾ അവൻ ആ ഒരു ആകാംക്ഷ, അവൻ ആ റിവർ കണ്ടപ്പോൾ അവൻ്റെ ആ ഒരു ആകാംക്ഷയോടെ അവൻ ഓടിയിട്ട് അവിടെ വീണുപോയി. എന്നിട്ടും അവൻ ഓടിയെന്ന് പറഞ്ഞാൽ അവന് അത്ര ആകാംക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെ ദ റിവർ ടംബിൾഡ് ഓവർ ദ റോക്സ്. ടംബിൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടറി, ഓക്കെ, ആ ഒരു റോക്സിൻ്റെ ഇതിലൂടെയൊക്കെ ഇടറിയൊക്കെ പോയി. അപ്പം അവൻ ഓടി ആ ഒരു വെള്ളം എന്ന് പറഞ്ഞാൽ പിന്നെ അവർ പറയുന്നുണ്ട് the water was blue and white and wonderful. ആ ഒരു വാട്ടർ എന്ന് പറഞ്ഞാൽ നല്ല നീല കളറും വെള്ള കളറും ഒക്കെ ചേർന്നിട്ടുള്ളൊരു കളറായിരുന്നു. പിന്നെ നല്ല അടിപൊളി വെള്ളമായിരുന്നു, കാരണം വണ്ടർഫുൾ വെള്ളമായിരുന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കഥ ഇത്രേ ഉള്ളൂ. അവൻ പിന്നെ തിരിച്ച് വീട്ടിലെത്തിയോന്നൊന്നും നമുക്കൊരു പിടിയില്ല. കാരണം ഏകദേശം നല്ല സമയമെടുത്താണ് അവിടെ അവൻ അടുത്ത് തന്നെ പോകുന്ന വഴിക്ക് എന്തിനാ അവന് പറ്റിക്കാണോ? കാണില്ല, അവൻ വീട്ടിൽ എത്തി കാണും, അല്ലെങ്കിൽ വീട്ടിൽ എത്തി ലേറ്റായി വീട്ടിൽ എത്തി കാണും. അപ്പം അങ്ങനെ ഈ ഒരു കഥ അവിടെ അവസാനിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു കഥ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം പിന്നെ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ദിസ് മീ എറിക് സൈനിങ് ഔട്ട്.